സ്റ്റൈഫൻഡ് വിതരണം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർമാരുടെ പ്രതിഷേധം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ കാര്യാലയത്തിലേക്ക് ഡോക്ടർമാർ മാർച്ച് നടത്തി. ഇപ്പോൾ ഡോക്ടർമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരു 6 മാസം, ചുരുങ്ങിയത് 6 മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PGസും ഔസറൻസും നിരന്തരമായി ഒരു വലിയൊരു അനീതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ മാസവും 5-ാം തീയതി ക്രെഡിറ്റ് ആവേണ്ട സ്റ്റൈപ്പൻഡ് കഴിഞ്ഞ 6 മാസമായി നിരന്തരമായി 10-ാം തീയതിക്ക് 15-ാം തീയതിക്ക് ശേഷമാണ് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവർ പറയുന്നത് ഇവിടുത്തെ ഓഫീസിലെ ആൾക്കാരുടെ കുറവാണ്, വെരിഫിക്കേഷൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് വൈകി പോകുന്നത്. സ്വാഭാവികമായ നടപടിയാണ്, വളരെ ലഘൂകരിച്ചാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന പ്രിൻസിപ്പാളിനായിക്കോട്ടെ, അസോസിയേറ്റ് പ്രൊഫസർമാർക്കായിക്കോട്ടെ, സ്റ്റാഫ് നഴ്സുമാർക്കായിക്കോട്ടെ, ഗവൺമെൻറ് ഒഫീഷ്യൽ ഗവൺമെൻറ് എംപ്ലോയീസിനായിക്കോട്ടെ, എല്ലാവർക്കും അവരവരുടെ സ്റ്റൈപ്പൻഡ് കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്. അവിടെ ഈ പറയുന്ന അറ്റൻഡൻസിൻ്റെ വെരിഫിക്കേഷൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ആകെ ഈ പ്രശ്നം വരുന്നത് PGസിന് മാത്രമാണ്. അപ്പോൾ ഇത് ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്, ഈ ഓഫീസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. അതായത് ജൂനിയർ ഡോക്ടർമാരായ നിങ്ങൾ, ബോണ്ടിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്കിപ്പോൾ അറ്റൻഡൻസ് 4 ദിവസം വൈകിയാലോ 5 ദിവസം വൈകിയാലോ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ തന്നെ കാണുമല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ദാർഷ്ട്യമായ നടപടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ 4 മാസമായി നമ്മൾ നിരന്തരം ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട്. അതായത് മാസം 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ പണിയെടുത്താൽ നമ്മൾ 4-ാം തീയതി തൊട്ട് പുതിയൊരു ഡ്യൂട്ടിയും കൂടെ എടുക്കാറുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ PGs ഇവിടുത്തെ ഓഫീസ് തെണ്ടി തിരിഞ്ഞ് നടക്കൽ. അതായത് ഇവിടെ കയറി നമ്മൾ ചോദിക്കണം, ഓരോ ഓഫീസിൽ പോയി ചോദിക്കണം എന്താണ് അറ്റൻഡൻസ് വൈകുന്നത്. അപ്പോൾ ഇവർ അങ്ങോട്ട് പോകാൻ പറയും. അങ്ങനെ ആ ഒരു പുതിയ ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇവിടുത്തെ ഡോക്ടർമാർ ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനായി നിരന്തരം നമ്മൾ പ്രിൻസിപ്പലിനെയും DMEനെയും കണ്ടിരുന്നു. പക്ഷേ നമുക്ക് പല മോഹന വാഗ്ദാനങ്ങൾ ഇവർ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു വിധവും നിലപാടുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഈ മെയ് മാസം നിൽക്കുമ്പോൾ, മെയ് മാസം 11-ാം തീയതി ഇന്നും ഇതുവരെ ഈ കഴിഞ്ഞ മാസത്തിന്റെ സ്റ്റൈപ്പൻഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം വിഷുവിന്റെ തലേ ദിവസം രാത്രി 9 മണിക്കാണ് ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ക്രെഡിറ്റ് ആവുന്നത്. അതും ഇവിടെ വന്നിട്ട് ഇല്ലാത്ത ബഹളം ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെട്ട് സംസാരിച്ചതിന് ശേഷം. ഇല്ല, മാസം പെൻഡിങ് ഇല്ല, എല്ലാ മാസവും വൈകി വരുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ പ്രിൻസിപ്പളെ കണ്ടിട്ട് നമ്മൾ പറയാനുള്ള കാര്യം, ഓൾറെഡി ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്. അതായത് പ്രിൻസിപ്പളിന്റെ ഹയർ അതോറിറ്റിയായ DME ഓൾറെഡി കഴിഞ്ഞ 2024 ഇറക്കിയ സർക്കുലർ ഉണ്ട്. അതിൽ പ്രകാരം 5-ാം തീയതിക്കുള്ളിൽ PGസിന്റെ ഔസറൻസിന്റെ സ്റ്റൈപ്പൻഡ്, ജൂനിയർ ഡോക്ടർമാരെ സ്റ്റൈപ്പൻഡ് കൊടുത്തിരിക്കണം എന്നുള്ള. ഇല്ലെങ്കിൽ ഇതിന്റെ അധികാരികളായ പ്രിൻസിപ്പളും, അതായത് അക്കൗണ്ടിലെ JSO, അവിടുത്തെ അക്കൗണ്ടിങ് സ്റ്റാഫും അതിന് മറുപടി പറയേണ്ടതാണ്. ഇവിടെ യാതൊരുവിധ മറുപടി പറയലും ഇല്ല. PGs സ്ഥിരം അറ്റൻഡൻസ് ചോദിച്ച് നടക്കുന്ന ഒരു സമ്പ്രദായം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ അതിനൊരു അറുതി വേണം. കൃത്യമായ ഗവൺമെൻറ് ഓർഡറുകൾ പാലിക്കപ്പെടണം. അറ്റൻഡൻസ് കറക്റ്റ് സമയത്ത് കിട്ടണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. വൈകി വരുന്നതാണ് പ്രശ്നം. തീരുമാനമായില്ലെങ്കിൽ നമ്മൾ KMPG മീറ്റിംഗ് കൂടും. നിലവിൽ എലക്റ്റീവ് ഡ്യൂട്ടി അടക്കം സ്ട്രൈക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. വിശദമായ ഡീറ്റെയിൽസ് മീറ്റിംഗിന് ശേഷം പറയാം. നമ്മൾ പ്രിൻസിപ്പളുമായിട്ടാണ് മീറ്റിംഗ്. കാരണം ഇതിൻ്റെ ഹയർ അതോറിറ്റി പ്രിൻസിപ്പളാണ്. കോളേജിൽ നിന്ന് വരേണ്ട ഒരു തീരുമാനമാണിത്. കോളേജിൽ നിന്ന് ഹയർ അതോറിറ്റി പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളെ ബില്ല് സൈൻ ചെയ്താലാണ് ട്രഷറിക്ക് പോകുക. അതിൽ വേറെ ആർക്കും അതിനകത്ത് വേറെ അതോറിറ്റി ഇല്ല. പ്രിൻസിപ്പളുമായിട്ടാണ് മീറ്റിംഗ് വെക്കുന്നത്. താങ്ക് യു.